കേരളത്തിൽ ഭരണം മാറി എന്നേ ഉള്ളൂ. പക്ഷേ മറ്റൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പോലീസും ജില്ലാ അധികാരികളും മറ്റുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ CPM പറയുന്നത് അനുസരിക്കുന്ന അടിമകളും വിധേയരും. വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ. CPM ദുർഭരണത്തിൽ കേരളത്തിലാകെ സ്റ്റേറ്റ് സ്പോൺസേഡ് ഗുണ്ടാ വിളയാട്ടമായിരുന്നല്ലോ എന്ന് അവർ കുറിക്കുന്നു. അതിനെതിരെ ധൈര്യപൂർവ്വം ചെറുത്തുനിന്ന ഒരു വ്യക്തിയാണ് സുഗതൻ. അങ്ങനെ ഒരാളെ ഇപ്പോൾ പോലീസ് വേട്ടയാടുന്നതിൽ സംശയിക്കാനില്ല, അതിശയിക്കാനില്ല. ഇപ്പോഴുള്ള പോലീസും സർക്കാരും കേൾക്കുന്നത് CPMന്റെ വാക്കുകൾ, അല്ലെങ്കിൽ അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നാണ് ആർ ശ്രീലേഖയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ശ്രീലേഖയുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ അവർ കുറിച്ചിരിക്കുന്ന വാക്കുകൾ അതേപടി വായിക്കാം. വാഴോട്ട് ഗോണം കൗൺസിലർ ആർ സുഗതൻ എങ്ങനെ ഗുണ്ടയായി? കഴിഞ്ഞ 10 വർഷത്തെ CPM ദുർഭരണത്തിൽ കേരളത്തിൽ ആകെ സ്റ്റേറ്റ് സ്പോൺസേഡ് ഗുണ്ടാ വിളയാട്ടമായിരുന്നല്ലോ. അതിനെതിരെ ധൈര്യപൂർവ്വം ചെറുത്തുനിന്ന ഒരു യുവാവാണ് സുഗതൻ. വട്ടിയൂർക്കാവിൽ ഉണ്ടായിരുന്ന സകലമാന അനധികൃത പ്രവൃത്തികളെയും ചോദ്യം ചെയ്തു. നാട്ടുകാർക്ക് വേണ്ടി പൊരുതി നിൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സുഗതനെതിരെ ഇത്രയധികം കേസുകൾ പോലീസ് എടുത്തത്. എല്ലാം CPM നേതാക്കളുടെ ആജ്ഞാപ്രകാരം. ഇതൊക്കെ അറിയാവുന്ന ജനമാണ് സുഗതനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത്. അത് CPMകാർക്ക് വലിയ തിരിച്ചടിയായി. 25 വാർഡുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 11 BJP, 9 കോൺഗ്രസും കൊണ്ടുപോയത് അവിടെയുള്ള CPM ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കാരണമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്നറിഞ്ഞപ്പോൾ തുടങ്ങി പോലീസ് എനിക്കെതിരെയും എടുത്തല്ലോ 2 കള്ളക്കേസുകൾ. കേരളത്തിൽ ഭരണം മാറി, പക്ഷേ മറ്റൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പോലീസും ജില്ലാ അധികാരികളും മറ്റുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ CPM പറയുന്നതൊക്കെ അനുസരിക്കുന്ന അടിമകളും വിധേയരുമാണ്. ജൂൺ 9 രാത്രി 9 മണിക്ക് CPM നേതാക്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകമാണ് സുഗതന്റെ വീട്ടിന് മുന്നിൽ അരങ്ങേറിയത്. കാപ്പാപ്രതി ഒരു ലോക മാഫിയ തലവനെയോ തീവ്രവാദിയോ പിടിക്കുന്നത് പോലൊന്നും പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല. വെറും 4 പേർ മാത്രമുള്ള വീട്ടിൽ ഒരു പ്ലാറ്റൂൺ സായുധ പോലീസുമായി 2 വാഹനത്തിന്റെ അകമ്പടിയോടെ ചെന്ന് വീട്ടുകാരെ, പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങളെ തോക്കു ചൂണ്ടി ഭയപ്പെടുത്തി അവിടെയുള്ള സ്ത്രീയുടെ മീതെ ശാരീരിക ആക്രമണം നടത്തി. അതൊന്നും പോരാതെ അക്രമാസക്തമായ വലിയ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ എന്ന പോലെ ആകാശത്തേക്ക് വെടിയുതിർത്ത് മഫ്തി വേഷത്തിൽ ചീപ്പ് ഹീറോയിസം കാണിച്ച SHO വിപിൻ ഒരു കമ്മ്യൂണിസ്റ്റ് പോലീസ് ആണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്ന് ശ്രീലേഖ ചോദിക്കുന്നു. അയാളെ തിരഞ്ഞെടുപ്പിന് മുൻപ് CPM സർക്കാർ പ്രത്യേകമായി ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിയമിച്ചത് അവിടെ 3ാം വട്ടവും അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ ജയിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തിനാണ്. അത് ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ല, പക്ഷെ ആരോഗ്യമന്ത്രിക്ക് അതറിയാം. സുഗതൻ ഗുണ്ടയല്ല, ഒരു ജനപ്രതിനിധിയാണ്, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ അല്ലാതെ ഒരാൾക്കുമെതിരെ സുഗതൻ പ്രതികരിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും ഇപ്പോഴും CPM വിധേയത്വം വിട്ടുമാറാത്ത ഒരു പോലീസുകാരും സർക്കാരിനെ അറിയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഇത്തരം പട്ടി ഷോ നടത്തി ജനസേവകരെ പീഡിപ്പിക്കുന്ന പോലീസിനെ അഭിനന്ദിക്കുന്ന ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് അല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗം മാത്രമാണെന്ന് ജനം ധരിച്ചാൽ അതിൽ അതിശയപ്പെടേണ്ടതില്ല. ഇങ്ങനെയാണ് ശ്രീലേഖ ആ പ്രസ്താവന അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി കെ മുരളീധരന് വട്ടിയൂർക്കാവിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചത് എന്ന സൂചനയും ശ്രീലേഖയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. എന്തൊക്കെയായാലും ശരി, ഭരണം മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീലേഖ പറയുന്നത്. ഇപ്പോഴും CPMന്റെ ദുർഭരണത്തിന്റെ ആ അലയൊലികൾ ഇവിടുത്തെ പോലീസുകാരിലൂടെ തുടരുന്നു എന്നത് തന്നെയാണ് ഗൂഢമായി ശ്രീലേഖ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.